എല്ലാ കോളേജിലും ട്രിപ്പ് പോകണ പോലെ ഞങ്ങളുടെ കോളേജിൽ നിന്ന് ഒരു 10 ദിവസം നീണ്ടു നിൽക്കണം അത്യാവശ്യം ലോങ് ആയിട്ടുള്ളൊരു ട്രിപ്പ് പോവാണ് കേസ്. എവിടേക്കാണ് പോകണമെന്ന് ഞാൻ വഴിയെ പറഞ്ഞുതരാം. ഇപ്പം ഞങ്ങൾ നിൽക്കുന്നത് കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിലാണ് കേട്ടോ. 4 മണിക്ക് എങ്ങാണ്ടാണ് നമ്മുടെ ട്രെയിൻ വരുന്നത്. അത്ര നേരം ബോറടിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ കുറച്ചധികം നേരം സ്നാപ്പൊക്കെ എടുത്തിരുന്നു, കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു. വീഡിയോൻ്റെ ഇടയിൽ ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ട്, പക്ഷേ അത് നോക്കണ്ട. പിന്നെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ കോൾ ചെയ്ത് കുറേ നേരം അവരോട് സംസാരിച്ചിരുന്നു കേട്ടോ. പിന്നെ ട്രെയിനൊക്കെ വന്ന് നമ്മൾ നേരെ സീറ്റൊക്കെ നോക്കി അതിൽ കയറിയിരുന്നു. പിന്നെ പുള്ളിമിഠായും കഴിച്ചിട്ടോ, ഗ്യാസ് തന്നതായിരുന്നു കേട്ടോ. അങ്ങനെ നൈറ്റായി എല്ലാ ഫ്രണ്ട്സും കൂടി ഒത്തൊരുമിച്ച് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാനൊക്കെ ഒരു രസമായിരുന്നു കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു. ഈ ട്രെയിനാണെങ്കിൽ അത്യാവശ്യം എല്ലാ സ്ഥലത്തും പിടിച്ചിടുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഏതൊരു സ്റ്റേഷനിൽ എത്തിയപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി ഒരു റീൽ എടുക്കാൻ വേണ്ടി ഇറങ്ങിയതായിരുന്നു. പക്ഷേ ഞങ്ങളെ ഭാഗ്യക്കേടുകൊണ്ട് ആ ട്രെയിൻ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ ഹോൺ അടിച്ച് നേരെ എടുത്തു. അങ്ങനെ ഞങ്ങൾ ട്രെയിനിലുള്ള ഡേ 2 സ്റ്റാർട്ട് ചെയ്യാണ് ഗൈസ് ഇവിടെ. അപ്പോൾ ഞാൻ ട്രെയിനിലുള്ള ഏറെക്കുറെ വീഡിയോസൊക്കെ ചേർത്തിട്ട് ഒരു ഷോർട്സ് ആയിട്ട് മാത്രമേ ഇടുന്നുള്ളൂ. ബാക്കിയുള്ള എല്ലാ വീഡിയോ ഞാൻ ലോങ് വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ മസ്റ്റായിട്ട് എല്ലാവരും വായിച്ചാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് റെഡി ആവണം കേട്ടോ. പല്ലൊക്കെ തേച്ച് മുഖമൊക്കെ കഴുകി ഒന്ന് ഫ്രഷ് ആവുകയാണ് ഗൈസ്. ഈ പുള്ളിക്കാരനെ ഞങ്ങൾ നൈറ്റ് പരിചയപ്പെട്ടായിരുന്നു. എന്താ പേരൊന്നും എനിക്കറിയില്ല, പക്ഷേ പുള്ളിക്കാരൻ നല്ല തമിഴ് പറയുന്നുണ്ടായിരുന്നു, അതെനിക്കറിയാം. ഞങ്ങൾ പൂരം തന്ന് കൊണ്ടുവന്ന സ്നാക്സ് ഒക്കെ ആയിരുന്നു കേട്ടോ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഞങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതാണ് എൻ്റെ സീറ്റ്. അതിൻ്റെ മുകളിൽ ഞങ്ങളെ ക്യാമറമാൻ കിടന്നുറങ്ങായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് നേരം പുറത്തേക്കൊക്കെ നോക്കിയിരുന്നു, കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടു. വൈകുന്നേരമായപ്പോൾ ഞങ്ങൾ അന്താക്ഷരി കളിച്ചു. അത് കഴിഞ്ഞിട്ട് രാത്രി ഞങ്ങൾ മിസ് ലുഡൊക്കെ കളിച്ചിരിക്കുന്നു. ഞങ്ങളൊക്കെ ബോറടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. ട്രെയിനിൽ കുറച്ചധികം നേരം സ്പെൻഡ് ചെയ്യുക പറഞ്ഞാൽ ഒരു ബോറടിയാണ്. പക്ഷേ ഫ്രണ്ട്സായിട്ട് എല്ലാവരും കൂടി മിങ്കിൾ ചെയ്തിരിക്കുമ്പോൾ ഒരു കുഴപ്പമായിട്ട് തോന്നില്ല. അങ്ങനെ ഡേ 3 ഞങ്ങൾ മോർണിംഗ് ഒരു 10 മണി 10:30 ആയപ്പോൾ ഞങ്ങൾ ആഗ്രയിലെത്തി ഗൈസ്. അങ്ങനെ ലഗേജൊക്കെ തൂക്കി പിടിച്ച് ഞങ്ങൾ നേരെ പുറത്തേക്ക് പോവുകയാണ്. പുറത്തേക്ക് പോണ വഴിയാണ് കേട്ടോ ഈ ഒരു സംഭവം കണ്ടത്. കിടലാണ് ഗൈസ്, ഒന്നും പറയാനില്ല. ഇതൊക്കെ നേരിട്ട് കാണേണ്ട ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ അതേ ഞങ്ങൾക്ക് പോകാനുള്ള ബസ് എത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കയറി അവരവരുടെ ലഗേജൊക്കെ ഒന്ന് സെറ്റിൽ ചെയ്യണ തിരക്കിലാണ് കേട്ടോ. ഞാൻ എൻ്റെ ഇടയിൽ ചെറിയ ക്ലിപ്പ് എടുത്തുന്നുള്ളൂ. പിന്നെ ഇതാണ് കേട്ടോ നിഹാലാണെങ്കിൽ വീഡിയോ ചെയ്യാനായിട്ടൊരു മോട്ടിവേഷൻ തന്നത്. അപ്പോൾ ഞങ്ങൾ നേരെ റൂമിൽ പോവാണ്. പിന്നെ ഒരു കാര്യം പറയട്ടെ, എല്ലാവരും ലോങ് വീഡിയോ കാണണം. അപ്പോൾ ഓക്കെ ബൈ.